ജയ് ശ്രീകൃഷ്ണ. പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹേ ശ്രീകൃഷ്ണ, ഇന്നീ അമൃതവാണി കേൾക്കുന്ന ഏതൊരു ഭക്തന്റെയും ജീവിതത്തിൽ അങ്ങയുടെ കൃപ എപ്പോഴും ഉണ്ടായിരിക്കണമേ. അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും അകന്നു പോകണമേ. സുഹൃത്തുക്കളെ, ഈ അത്ഭുതകരമായ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചിന്തകളും ഭക്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് താഴെ കമന്റിൽ ജയ് ശ്രീകൃഷ്ണ എന്ന് തീർച്ചയായും എഴുതുക. നിങ്ങളുടെ ഈ ഭക്തി നമ്മുടെ ഈ യാത്രയെ കൂടുതൽ അത്ഭുതകരമാക്കും. അതെ, നിങ്ങളുടെ ഹൃദയം ശരിക്കും കൃഷ്ണപ്രേമത്താൽ നിറഞ്ഞതാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായി കരുതുന്ന 3 പേർക്കെങ്കിലും ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ കൃഷ്ണന്റെ ദിവ്യപ്രകാശം കടന്നു വന്നേക്കാം. അതോടൊപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ പുതിയ ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അതുവഴി ഞങ്ങളുടെ ഓരോ പുതിയ ഭക്തിയാത്രയുടെയും ഭാഗമാകാൻ നിങ്ങൾക്കും സാധിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ഈ ദിവ്യയാത്രയിലേക്ക് മുന്നേറാം. ശ്രീകൃഷ്ണൻ പറയുന്നു, എപ്പോഴാണോ ഒരു മനുഷ്യൻ തന്റെ കർമ്മങ്ങളെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്നത്, അപ്പോൾ അവൻ യഥാർത്ഥ അർത്ഥത്തിൽ ഒരു കർമ്മയോഗിയായി മാറുന്നു. ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ആത്മാർത്ഥതയോടെ ചെയ്യണം. നമുക്ക് എന്ത് തിരികെ ലഭിക്കുമെന്ന് ചിന്തിക്കാതെ. ഫലം ആഗ്രഹിക്കുന്നത് പലപ്പോഴും നിരാശയിലേക്ക് നയിക്കുന്നു. എന്നാൽ ഫലേച്ഛയില്ലാത്ത കർമ്മം ശാന്തിയും സന്തുലിതാവസ്ഥയും നൽകുന്നു. ഒരു വ്യക്തി തന്റെ കർത്തവ്യം ചെയ്യുന്നത് അത് തന്റെ ധർമ്മമായതുകൊണ്ടാണെങ്കിൽ, അല്ലാതെ ഏതെങ്കിലും പ്രതിഫലത്തിനോ പ്രശംസയ്ക്കോ ലാഭത്തിനോ വേണ്ടി അല്ലെങ്കിൽ, അപ്പോൾ മാത്രമാണ് അയാൾ നിഷ്കാമകർമ്മത്തിന്റെ പാതയിലാകുന്നത്. ഈ അവസ്ഥ മനസ്സിലാക്കാൻ എളുപ്പമാണ്, എന്നാൽ ജീവിതത്തിൽ പകർത്താൻ പ്രയാസമാണ്. കാരണം കുട്ടിക്കാലം മുതലേ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് കഠിനാധ്വാനം ചെയ്താൽ അതിന്റെ ഫലം ലഭിക്കുമെന്നാണ്. എന്നാൽ ശ്രീകൃഷ്ണന്റെ ഉപദേശം അതിനേക്കാൾ ഒരു പടി മുകളിലാണ്. അദ്ദേഹം പറയുന്നു, കർമ്മം ചെയ്യുക, പക്ഷേ ഫലത്തെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക. ഇതിന്റെ അർത്ഥം ഫലത്തിന് പ്രാധാന്യം നൽകരുത് എന്നോ ഫലത്തെ അവഗണിക്കണമെന്നോ അല്ല. ഇതിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധയും ഊർജവും മനസ്സും കർമ്മത്തിൽ കേന്ദ്രീകരിക്കുക എന്നതാണ്. ഇതെന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ ധർമ്മമാണ് എന്ന ഭാവത്തോടെ. എന്നാൽ കർമ്മം പൂർത്തിയായി കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്തുതന്നെ ആയാലും അതിനെ സ്വാഭാവികമായി സ്വീകരിക്കുക. അമിതമായി സന്തോഷിക്കുകയോ തളർന്നു പോവുകയോ ചെയ്യരുത്. ഉദാഹരണത്തിന്, ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുമ്പോൾ അയാൾക്ക് കാലാവസ്ഥയെയോ മഴയെയോ മണ്ണിനെയോ നിയന്ത്രിക്കാൻ കഴിയില്ല. അയാൾക്ക് തന്റെ കർമ്മം മാത്രമേ ചെയ്യാൻ കഴിയൂ. നിലം മുഴുകുക, വിത്തു വിതയ്ക്കുക, ചെടികളെ പരിപാലിക്കുക. എല്ലാ ദിവസവും ഫലം എത്ര കിട്ടും, ലാഭം എത്രയുണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അയാളുടെ ഊർജ്ജം മുഴുവൻ ആശങ്കകളിൽ നഷ്ടപ്പെടും. എന്നാൽ അയാൾ തന്റെ കർത്തവ്യം സ്നേഹത്തോടെ മാത്രം ചെയ്താൽ അയാളുടെ ആത്മാവിന് ശാന്തി ലഭിക്കും. ഫലം എന്തുതന്നെയായാലും അയാൾക്കത് എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയും. അതുപോലെ ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ താൻ ഒന്നാമതെത്തുമോ ഇല്ലയോ എന്നോ എത്ര മാർക്ക് കിട്ടുമെന്നോ ചിന്തിക്കരുത്. അവൻ പഠന പ്രക്രിയയിൽ മാത്രം ആനന്ദം കണ്ടെത്തുകയും വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ അവന്റെ അറിവ് കൂടുതൽ ശക്തമാകും. നമ്മൾ ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഒന്നുകിൽ നമ്മളെ ഭയം കീഴടക്കും, അല്ലെങ്കിൽ അഹങ്കാരം. ഈ 2 അവസ്ഥകളും ആത്മാവിനെ അശാന്തമാക്കുന്നു. ഈ ഉപദേശത്തിന്റെ സാരം ഇതാണ്: നമ്മുടെ അധികാരം കർമ്മത്തിൽ മാത്രമാണ്, അതിന്റെ ഫലത്തിലല്ല. നമ്മൾ ഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ കർമ്മം ശുദ്ധമാകുന്നു. പിന്നെ അതിൽ സ്വാർത്ഥതയോ ഭയമോ അഹങ്കാരമോ ഉണ്ടാകില്ല. അങ്ങനെയുള്ള കർമ്മം തന്നെ ധ്യാനമായി മാറുന്നു. അങ്ങനെയുള്ള കർമ്മമാണ് പൂജ. ഓരോ കർമ്മവും പൂജയായി മാറുമ്പോൾ ജീവിതം സ്വാഭാവികമായും ഒരു സാധനയായി മാറുന്നു. ഇതിൽ നിന്നുള്ള നിഗമനം ഇതാണ്: മനുഷ്യൻ ഓരോ പ്രവൃത്തിയും തന്റെ ഉള്ളിലെ ശാന്തിയോടും സമർപ്പണഭാവത്തോടും കൂടി ചെയ്യണം. ആരാണോ ഇങ്ങനെ ചെയ്യുന്നത്, അവനാണ് യഥാർത്ഥ അർത്ഥത്തിൽ കർമ്മയോഗിയായി മാറുന്നത്. അവന്റെ കർമ്മങ്ങൾ ഒരു ബന്ധനവും സൃഷ്ടിക്കുന്നില്ല, മറിച്ച് അവനെ മോചിപ്പിക്കുന്നു. ഇതാണ് ശ്രീകൃഷ്ണന്റെ മാർഗം. കർമ്മത്തിന്റേത് എന്നാൽ ആശങ്കകളില്ലാത്തത്, പ്രയത്നത്തിന്റേത് എന്നാൽ പ്രതീക്ഷകളില്ലാത്തത്. ഇതാണ് ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ. ആത്മശാന്തിയുടെ താക്കോലും ഇതുതന്നെ. ശ്രീകൃഷ്ണൻ പറയുന്നു, സംഭവിച്ചത് നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിനു തന്നെ ആയിരിക്കും. ഈ ഉപദേശം നമ്മെ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നു. കഴിഞ്ഞുപോലെ ദിവസത്തെക്കുറിച്ചുള്ള ആശങ്കകളും വരാനിരിക്കുന്ന നാളെയെക്കുറിച്ചുള്ള ഭയവും നമ്മെ വർത്തമാനകാലത്തിന്റെ സൗന്ദര്യത്തിൽ നിന്ന് അകറ്റുന്നു. ഈ വാക്യം ഒരു സാധാരണ ആശ്വാസവാക്കുപോലെ തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇതിന് ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുണ്ട്. ഒരു മനുഷ്യൻ ഇത് വെറും വാക്കുകളിലല്ലാതെ തന്റെ ജീവിതത്തിൽ പൂർണ്ണമായി പകർത്താൻ തുടങ്ങുമ്പോൾ
അവൻ ഓരോ സാഹചര്യത്തെയും ഒരു പുതിയ കാഴ്ചപ്പാടോടെ നോക്കാൻ തുടങ്ങുന്നു. നമ്മൾ മനുഷ്യർ പലപ്പോഴും കഴിഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്നു. മുൻപെടുത്ത ചില തീരുമാനങ്ങൾ, നഷ്ടപ്പെട്ടുപോയ ചില അവസരങ്ങൾ, പറയാൻ പാടില്ലായിരുന്ന ചില വാക്കുകൾ, ഇവയെക്കുറിച്ചെല്ലാം നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും പുറകോട്ട് സഞ്ചരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നു, അയ്യോ അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന്. എന്നാൽ ഈ ഉപദേശത്തിലൂടെ ശ്രീകൃഷ്ണൻ നമ്മോട് വ്യക്തമായി പറയുന്നത്, സംഭവിച്ചതെന്തായാലും അത് നമ്മുടെ നല്ലതിനു വേണ്ടി സംഭവിച്ച ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നാണ്. അതുപോലെ വർത്തമാനകാലത്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ പരിഭ്രാന്തരാകുന്നു. മനസ്സ് പറയുന്നു, ഇത് ശരിയല്ല, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന്. എന്നാൽ ശ്രീകൃഷ്ണന്റെ ഈ ഉപദേശം പറയുന്നു, ഈ നിമിഷം സംഭവിക്കുന്നതും നല്ലതിനാണ്. ഒരുപക്ഷെ നമുക്കിപ്പോഴത് മനസ്സിലായില്ലെങ്കിലും, കാരണം ഈശ്വരന്റെ കാഴ്ചപ്പാട് നമ്മുടെ പരിമിതമായ കാഴ്ചപ്പാടിനേക്കാൾ വളരെ വിശാലമാണ്. നമ്മൾ കാണുന്നത് പൂർണ്ണമായ സത്യമല്ല. പലപ്പോഴും നമ്മൾ കഷ്ടപ്പാടാണെന്ന് കരുതുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റുന്നത്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയവും ആശങ്കകളും അനിശ്ചിതത്വവും നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നു, നാളെ എന്ത് സംഭവിക്കും, വിജയിക്കുമോ ഇല്ലയോ, ബന്ധങ്ങൾ നിലനിൽക്കുമോ അതോ തകരുമോ. എന്നാൽ ഈ ഉപദേശം നമുക്ക് ഉറപ്പു നൽകുന്നു, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് തന്നെയായിരിക്കും. ഇതിനർത്ഥം നമ്മൾ അശ്രദ്ധമായി തീരുമാനങ്ങൾ എടുക്കണം എന്നല്ല, മറിച്ച് കഠിനാധ്വാനത്തോടും വിവേകത്തോടും ശ്രദ്ധയോടും കൂടി കർമ്മം ചെയ്യുക. പക്ഷേ ഫലത്തെക്കുറിച്ച് ഉള്ളിൽ ശാന്തരായിരിക്കുക. ഈ ആന്തരിക സന്തുലിത അവസ്ഥയാണ് ജീവിതത്തിന്റെ സാരം. ഈ ഉപദേശം നമ്മെ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നു. കഴിഞ്ഞുപോയ ദിവസത്തെക്കുറിച്ചുള്ള ആശങ്കകളും വരാനിരിക്കുന്ന നാളെയെക്കുറിച്ചുള്ള ഭയവും നമ്മെ വർത്തമാനകാലത്തിന്റെ സൗന്ദര്യത്തിൽ നിന്ന് അകറ്റുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. ജീവിതം എപ്പോഴും ഈ നിമിഷത്തിലാണ് നടക്കുന്നത്. ഭൂതകാലം ഒരു ഓർമ്മയാണ്, ഭാവി ഒരു സങ്കല്പമാണ്, എന്നാൽ വർത്തമാനം സത്യമാണ്. നമ്മൾ ഈ സത്യത്തെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുതരം സ്ഥിരത ഉടലെടുക്കുന്നു. അത് നമ്മെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും സമചിത്തതയോടെ നിർത്തുന്നു. ചിലപ്പോൾ ജീവിതം നമ്മെ ഓയാൻ ഘട്ടങ്ങളിലെത്തിക്കുന്നു. അവിടെയെല്ലാം നമുക്ക് എതിരാണെന്ന് തോന്നും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഓടിപ്പോകാൻ ആഗ്രഹിച്ച അതേ സംഭവങ്ങൾ തന്നെയാണ് നമ്മളെ ശക്തരാക്കിയതെന്നും പുതിയ വഴികൾ കാണിച്ചു തന്നതെന്നും ജീവിതത്തിന് ആഴം നൽകിയതെന്നും മനസ്സിലാകും. ശ്രീകൃഷ്ണന്റെ ഈ ഉപദേശത്തിന്റെ സാരം വിശ്വാസമാണ്. ഓരോ സംഭവവും, ഓരോ അനുഭവവും, ഓരോ വഴിത്തിരിവും, അത് സുഖകരമായാലും ദുഃഖകരമായാലും നമ്മെ ഒരു ഉയർന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു എന്ന വിശ്വാസം. ഈ വിശ്വാസമാണ് നമ്മെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്നത്, ഭയത്തിൽ നിന്നും ഖേദത്തിൽ നിന്നും മോചിപ്പിക്കുന്നത്, ജീവിതത്തിന്റെ ഒഴുക്കിനെ സ്വീകരിക്കാനുള്ള ധൈര്യം നൽകുന്നത്. സംഭവിച്ചതിൽ കയ്പില്ല, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനോട് എതിർപ്പില്ല, സംഭവിക്കാൻ പോകുന്നതിൽ സംശയവുമില്ല. ഈ ഭാവം മനസ്സിൽ വേരുറപ്പിക്കുമ്പോൾ ജീവിതം മനോഹരമായ ഒരു പ്രവാഹമായി മാറുന്നു. ഇതാണ് ശ്രീകൃഷ്ണന്റെ സന്ദേശവും ഇതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ യോഗവും. ശ്രീകൃഷ്ണൻ പറയുന്നു, മനുഷ്യൻ തന്റെ മിത്രവും ശത്രുവും താൻ തന്നെയാണ്. നമ്മുടെ ചിന്തകളും നമ്മുടെ സഹവാസങ്ങളും നമ്മുടെ മനോഭാവവുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത്. മനസ്സിനെ കീഴടക്കുന്നതാണ് ഏറ്റവും വലിയ യുദ്ധം. ഈ ഉപദേശം ജീവിതത്തിലെ ഏറ്റവും ആഴമേറിയ സത്യത്തെ വെളിപ്പെടുത്തുന്നു. പുറത്തുള്ള ശത്രുവുമായി യുദ്ധം ചെയ്യുന്നത് എത്രത്തോളം കഠിനമാണെന്ന് തോന്നുന്നുവോ അതിനേക്കാൾ എത്രയോ മടങ്ങി കഠിനമാണ് സ്വന്തം ഉള്ളിലെ ശത്രുവുമായി പോരാടുന്നത്. ആ ശത്രു പുറത്താരോ അല്ല, ഒരു വ്യക്തിയോ സമൂഹമോ സാഹചര്യങ്ങളോ അല്ല. ആ ശത്രു നമ്മുടെ തന്നെ മനസ്സാണ്, നമ്മുടെ തന്നെ ചിന്തകളാണ്, നമ്മുടെ തന്നെ ആലോചനയില്ലാത്ത തീരുമാനങ്ങളാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അവനിലുള്ള വിശ്വാസമാണ്. എന്നാൽ ഈ മനസ്സ് ആശയക്കുഴപ്പത്തിലാവുകയോ ഭയപ്പെടുകയോ അഹങ്കാരം കൊണ്ട് നിറയുകയോ ചെയ്താൽ അത് സ്വന്തം വഴിയിലെ മുള്ളായി മാറുന്നു. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ മനസ്സിനെയും ചിന്തകളെയും പ്രവണതകളെയും നിയന്ത്രിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഏറ്റവും നല്ല സുഹൃത്തായി മാറുന്നു. എന്നാൽ ഈ മനസ്സ് നിയന്ത്രണമില്ലാത്തതാണെങ്കിൽ അത് നിങ്ങളെ പതുക്കെ ഉള്ളിൽ നിന്ന് തകർക്കാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ ഓരോ നിമിഷവും ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. ഒരു ചിന്ത പറയുന്നു, നിനക്കിത് ചെയ്യാൻ കഴിയും. മറ്റൊന്ന് പറയുന്നു, നീ ദുർബലനാണ്, തോറ്റുപോകും. ഒരു ചിന്ത പറയുന്നു, സത്യത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റൊന്ന് പറയുന്നു, കള്ളം പറഞ്ഞോളൂ, അതാണ് എളുപ്പം. ഒരു ചിന്ത പറയുന്നു, ക്ഷമിച്ചേക്കൂ. മറ്റൊന്ന് പറയുന്നു, പ്രതികാരം ചെയ്യൂ. ഈ പോരാട്ടം മനസ്സിന്റേതാണ്. ആരാണോ ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നത് അവനാണ് ജീവിതത്തിലും വിജയിക്കുന്നത്. മനസ്സിനെ സുഹൃത്താക്കുക എന്നതിനർത്ഥം നിങ്ങൾ എപ്പോഴും സന്തോഷവാനായിരിക്കണം എന്നല്ല. അതിനർത്ഥം പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോടൊപ്പം നിൽക്കണം, അല്ലാതെ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കരുത് എന്നാണ്. നിങ്ങളൊരു കഠിനമായ തീരുമാനത്തിന്റെ വക്കിലായിരിക്കുമ്പോൾ
നിങ്ങളുടെ മനസ്സ് ഭയത്തോടെയല്ല, വിവേകത്തോടെ സംസാരിക്കണം. പരാജയം നേരിടുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം പറയണം, സാരമില്ല, ഇതും ഒരു അനുഭവമാണ്, മുന്നോട്ടു പോകും. എന്നാൽ മറുവശത്ത് മനസ്സ് ദുഷിച്ച കൂട്ടുകെട്ടുകളിലും നിഷേധാത്മക ചിന്തകളിലും മുഴുകിയിരിക്കുകയാണെങ്കിൽ അത് വ്യക്തിയുടെ ആത്മാഭിമാനത്തെ ആദ്യം തകർക്കുന്നു. പിന്നെ പതുക്കെ ആ വ്യക്തിക്ക് സ്വന്തം തീരുമാനങ്ങളിൽ സംശയം തോന്നിത്തുടങ്ങുന്നു. പിന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു. പിന്നെ മറ്റുള്ളവരോട് അസൂയപ്പെടാൻ തുടങ്ങുന്നു. ഒടുവിൽ അവൻ സ്വന്തം ചിന്തകളുടെ ഇരയായി മാറുന്നു. ഒരു യുദ്ധത്തിലെ ഏറ്റവും വലിയ യോദ്ധാവ് പുറത്തുള്ള ശത്രുവിനെ കൊല്ലുന്നവനല്ല, മറിച്ച് തന്റെ മനസ്സിന്റെ ഭ്രമങ്ങളെയും ഉള്ളിലെ കോപത്തെയും ആഗ്രഹങ്ങളെയും അത്യാഗ്രഹത്തെയും അഹങ്കാരത്തെയും കീഴടക്കുന്നവനാണ്. മനസ്സ് നിയന്ത്രിതമാണെങ്കിൽ ഏകാന്തത പോലും ധ്യാനമായി മാറുന്നു. പരാജയം പോലും അനുഭവമായി മാറുന്നു. പ്രതിസന്ധികൾ പോലും അവസരങ്ങളായി മാറുന്നു. എന്നാൽ മനസ്സ് നിയന്ത്രിതമല്ലെങ്കിൽ വിജയത്തിലും അശാന്തിയായിരിക്കും. അളവറ്റ സമ്പത്തുണ്ടായിട്ടും ഒരുതരം അപൂർണത അനുഭവപ്പെടും. ജീവിതം മുഴുവൻ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിൽ ഒതുങ്ങിപ്പോകും. മനസ്സിനെ ജയിക്കുന്നത് ആത്മവിജയമാണ്. അത് ആത്മജ്ഞാനത്തിലേക്കുള്ള ആദ്യത്തെ വാതിലാണ്. അതാണ് യോഗം, അതാണ് ധ്യാനം, അതാണ് ശ്രീകൃഷ്ണന്റെ മാർഗം. അതുകൊണ്ട് ഒരു വ്യക്തി തന്റെ ഏറ്റവും വലിയ താങ്ങും തടസ്സവും താൻ തന്നെയാണെന്ന് ഉള്ളിൽ മനസ്സിലാക്കിയാൽ അവൻ എല്ലാ സാഹചര്യങ്ങളിലും ജാഗരൂകനായിരിക്കും. അവൻ ആരെയും കുറ്റപ്പെടുത്തില്ല. പുറത്ത് സംഭവിക്കുന്നതിന്റെ എല്ലാം ഉറവിടം തന്റെ ഉള്ളിൽ തന്നെയാണെന്നവൻ മനസ്സിലാക്കും. ഈ ഉപദേശം നമ്മെ മറ്റുള്ളവരുമായി പോരാടാൻ മാത്രമല്ല, നമ്മളോട് തന്നെ ചേരാനും നമ്മളോട് തന്നെ പോരാടാനും ഒടുവിൽ നമ്മളെ തന്നെ ജയിക്കാനും പഠിപ്പിക്കുന്നു. ഇതാണ് ആത്മവികാസത്തിലെ ഏറ്റവും ശക്തമായ ഘട്ടം. അവിടെ നമ്മൾ പുറത്തുള്ള യുദ്ധമല്ല, ഉള്ളിലുള്ള യുദ്ധമാണ് ജയിക്കുന്നത്. ഈ യുദ്ധത്തിൽ വിജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് വിളിക്കപ്പെടുന്നത്. അവൻ തന്നെയാണ് കർമ്മയോഗിയും ധ്യാനയോഗിയും ജ്ഞാനിയും. ശ്രീകൃഷ്ണൻ പറയുന്നു, ആത്മാവ് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. നമ്മുടെ ശരീരങ്ങൾ നശ്വരമാണ്, എന്നാൽ ആത്മാവ് അജേയവും അമർത്യവുമാണ്. ഈ സത്യം മനസ്സിലാക്കുന്നവൻ മരണഭയത്തിൽ നിന്ന് മുക്തനാകുന്നു. ഈ ഉപദേശം ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ വരുന്നതാണ്. അർജുനൻ മരണഭയവും വ്യാമോഹവും കൊണ്ട് നിറഞ്ഞ സമയത്തായിരുന്നു ഇത്. യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ തന്റെ ബന്ധുക്കളെ മുന്നിൽ കണ്ടപ്പോൾ അവന്റെ ബുദ്ധി ആശയക്കുഴപ്പത്തിലായി. അവൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാനിവരെ കൊന്നാൽ അത് പാപമാകും, കൊന്നില്ലെങ്കിൽ ധർമ്മം എങ്ങനെ സംരക്ഷിക്കും? ആ സമയത്ത് ശ്രീകൃഷ്ണൻ അവന് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ആ സത്യം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതറിയുന്നത് തന്നെയാണ് ആത്മജ്ഞാനത്തിലേക്കുള്ള ആദ്യ പടി. ആത്മാവ് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ഇത് വെറുമൊരു തത്വചിന്തയല്ല, ഇത് മനുഷ്യനെ ഉള്ളിൽ നിന്ന് ശക്തനാക്കുന്ന ജീവിതബോധമാണ്. ശരീരം കാലത്തിനനുസരിച്ച് മാറുന്നു. ശൈശവം, യൗവനം, വാർദ്ധക്യം, ഒടുവിൽ മരണം. എന്നാൽ ആത്മാവിനെ ഈ അവസ്ഥകളൊന്നും ബാധിക്കുന്നില്ല. ഒരു വ്യക്തി പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയത് ധരിക്കുന്നത് പോലെ ആത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിക്കുന്നു. എന്നാൽ ആത്മാവ് സ്വയം ഒരിക്കലും മരിക്കുന്നില്ല. കാരണം അത് ശരീരമല്ല, അത് ചൈതന്യമാണ്. നമ്മൾ സംസാരിക്കുന്ന ഞാൻ, അതായത് ഞാനുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്, ഞാൻ സന്തോഷവാനാണ് എന്നൊക്കെ പറയുന്ന ആ ഞാൻ ശരീരമല്ല, അത് ആത്മാവാണ്. ശരീരം ആ ആത്മാവിന് പ്രകടമാകാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ആത്മാവിന് കാണാനോ തൊടാനോ കഴിയില്ല. എന്നാൽ അതുമൂലമാണ് നമ്മൾ ജീവിക്കുന്നത്, ചിന്തിക്കുന്നത്, അനുഭവിക്കുന്നത്. നമ്മൾ വെറുമൊരു ശരീരമാണെന്ന് സ്വയം കരുതുമ്പോൾ മാത്രമാണ് മരണഭയമുണ്ടാകുന്നത്. എന്നാൽ ഞാൻ ശരീരമല്ല, ആത്മാവാണ് എന്ന ബോധമുണരുമ്പോൾ ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്ത ആത്മാവ്. അപ്പോൾ ഉള്ളിലൊരു സ്ഥിരതയും ധൈര്യവും ആഴവും വരുന്നു. അപ്പോൾ മരണം ഒരു മാറ്റം മാത്രമായി തോന്നുന്നു, അവസാനമായിട്ടല്ല. ആത്മാവിനെ അറിയുന്നയാൾക്ക് മനസ്സിലാകും, ആരെങ്കിലും പോയി എന്നതുകൊണ്ട് അവർ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ലെന്ന്. അവരുടെ ശരീരം പോയി, എന്നാൽ അവരുടെ യഥാർത്ഥ അസ്തിത്വമായ ആ ചൈതന്യം മറ്റെവിടെയോ മറ്റൊരു രൂപത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നു. ഈ അറിവ് ദുഃഖത്തിലും സന്തുലിതാവസ്ഥ നൽകുന്നു. ആത്മാവ് മരിക്കുന്ന ഒന്നായിരുന്നെങ്കിൽ മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ഫലമുണ്ടാകുമായിരുന്നില്ല, പുനർജന്മമോ ആത്മവികാസമോ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ആത്മാവ് അമർത്യമാണെന്നതിന്റെ അർത്ഥം ഈ ജീവിതം ഒരിടത്താവളം മാത്രമാണെന്നാണ്. പഠിക്കാനും മനസ്സിലാക്കാനും ആത്മാവിനെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനുമുള്ള ഒരവസരം. അതുകൊണ്ട് മനുഷ്യൻ ശരീരത്തെക്കാൾ കൂടുതൽ തന്റെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കണം. ശരീരം ഒരു നാൾ ഇല്ലാതാകും, എന്നാൽ ആത്മാവിന്റെ സ്വഭാവം, അതിന്റെ ചൈതന്യം, അതിന്റെ കർമ്മങ്ങൾ, ഇതെല്ലാം യാത്രയിൽ കൂടെയുണ്ടാകും. ഈ ഉപദേശം ജീവിതത്തിൽ പകർത്തുന്നവൻ
ആരുടെയെങ്കിലും മരണത്തിൽ തളർന്നു പോകില്ല, രോഗത്തെ ഭയപ്പെടില്ല, ഒരു പ്രതിസന്ധിയിലും പതറില്ല. അവന്റെ ധൈര്യം ഉള്ളിൽ നിന്നാണ് വരുന്നത്. കാരണം അവൻ അറിയാം, ഞാൻ ആത്മാവാണ്, എന്നെ നശിപ്പിക്കാനാവില്ല. അങ്ങനെയുള്ള വ്യക്തി മോഹങ്ങളിൽ നിന്ന് ഉയരുന്നു. അത്യാഗ്രഹം, അസൂയ, ഭയം എന്നിവയിൽ നിന്നും മുക്തനാകുന്നു. ശരീരം ആത്മാവിന്റെ പ്രകടനത്തിനുള്ള ഒരു മാധ്യമം മാത്രമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഈ അറിവാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. മരണഭയമില്ലാതാകുമ്പോൾ മാത്രമേ ജീവിതം പൂർണ്ണമായി ജീവിക്കാൻ കഴിയൂ. അപ്പോൾ നമ്മൾ നിർഭയരാകുക മാത്രമല്ല, എല്ലാ സാഹചര്യങ്ങളിലും സ്ഥിരതയോടെ നിൽക്കാനും പഠിക്കുന്നു. ആത്മാവിന്റെ ഈ അമർത്യമയ സ്വരൂപത്തെ മനസ്സിലാക്കുന്നത് തന്നെയാണ് ആത്മീയ യാത്രയുടെ തുടക്കം. ശ്രീകൃഷ്ണന്റെ ഈ ഉപദേശത്തിൽ മരണത്തിനപ്പുറം അമരത്വത്തിലേക്ക് നയിക്കുന്ന ആ ദിവ്യ കവാടം തുറക്കുന്നു. ശ്രീകൃഷ്ണൻ പറയുന്നു, ക്രോധത്തിൽ നിന്ന് ഭ്രമമുണ്ടാകുന്നു, ഭ്രമത്തിൽ നിന്ന് ഓർമ്മ നശിക്കുന്നു, ഓർമ്മ നശിക്കുമ്പോൾ ബുദ്ധി നശിക്കുന്നു, ബുദ്ധി നശിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പതനം സംഭവിക്കുന്നു. കോപം ഒരു നിമിഷനേരത്തേക്കുള്ള വികാരം മാത്രമല്ല, അത് ചിന്തകളെ മുഴുവൻ വികലമാകുന്നു. ആത്മസംയമനമാണ് ഏറ്റവും വലിയ ശക്തി. ഈ ഉപദേശം ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. ആ അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന് ആത്മാവ്, ബുദ്ധി, മനസ്സ് എന്നിവയുടെ രഹസ്യം വിശദീകരിക്കുകയായിരുന്നു. ഈ ഉപദേശം കാഴ്ചയിൽ ഏതാനും വരികളുടേതാണെങ്കിലും അതിനുള്ളിൽ മനുഷ്യജീവിതത്തിന്റെ പതനത്തിലേക്കുള്ള മുഴുവൻ യാത്രയും ഒഴിഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ തീപ്പൊരി എങ്ങനെയാണ് ഒരു വലിയ തീയായി മാറുന്നതെന്നും ശാന്തമായ മനസ്സുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് പതുക്കെ പതനത്തിലേക്ക് നീങ്ങുന്നതെന്നും ഇതിൽ പറയുന്നു. ആദ്യം ക്രോധത്തിൽ നിന്ന് ഭ്രമമുണ്ടാകുന്നു. മനസ്സിൽ കോപം വരുമ്പോൾ നമുക്ക് കാര്യങ്ങളെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിയില്ല. നമ്മുടെ കാഴ്ച മങ്ങുന്നു. നമ്മൾ മറ്റുള്ളയാളുടെ വാക്കുകളെയോ ഉദ്ദേശങ്ങളെയോ വികാരങ്ങളെയോ തെറ്റിദ്ധരിക്കാൻ തുടങ്ങുന്നു. മനുഷ്യൻ മറ്റുള്ളവരുടെ വാക്കുകളെ വളച്ചൊടിച്ച് കാണുകയും എല്ലാത്തിലും ഒരു എതിർപ്പ് കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതാണ് ഭ്രമം. ഭ്രമമുണ്ടാകുമ്പോൾ ഓർമ്മ നശിക്കുന്നു. അതായത് നമ്മൾ ആരാണെന്നോ എന്താണ് ആഗ്രഹിച്ചതെന്നോ നമ്മുടെ ലക്ഷ്യമെന്തായിരുന്നുവെന്നോ ഓർമ്മയില്ലാതാകുന്നു. നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസവും നമ്മൾ നേടിയെടുത്ത സംസ്കാരവും ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു പോകാൻ തുടങ്ങുന്നു. മനസ്സിലെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് ദുർബലമാകുന്നു. ഉദാഹരണത്തിന്, തന്റെ കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരച്ഛൻ കോപത്തിലായാൽ സാധാരണ സാഹചര്യങ്ങളിൽ ഒരിക്കലും പറയാത്ത എന്തെങ്കിലും ആ കുട്ടിയോട് പറഞ്ഞേക്കാം. ഇതാണ് ഓർമ്മയുടെ നാശം. കോപം കാരണം താൻ സ്നേഹത്തിന്റെ പ്രതീകമാണെന്ന് അദ്ദേഹം മറന്നുപോകുന്നു. പിന്നെ 3-ാമത്തെ അവസ്ഥ വരുന്നു, ബുദ്ധി നശിക്കുന്നു. ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ തീരുമാനമെടുക്കാനുള്ള കഴിവും ഇല്ലാതാകുന്നു. പിന്നീട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് മനുഷ്യന് ചിന്തിക്കാൻ കഴിയാതെ വരുന്നു. അവന് ശരിയായ വഴി കാണിച്ചു കൊടുത്തിരുന്ന ബുദ്ധി ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു. ബുദ്ധി നശിക്കുന്നതോടെ ആ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ഖേദിക്കേണ്ടി വരുന്ന പ്രവൃത്തികൾ ചെയ്തു പോകുന്നു. ഒടുവിൽ ആ വ്യക്തിയുടെ പതനം സംഭവിക്കുന്നു. ഈ പതനം സാമൂഹികമോ ഭൗതികമോ മാത്രമല്ല, അത് ആത്മീയവുമാണ്. കോപം ഒരു പ്രതികരണമായിട്ടാണ് തുടങ്ങുന്നത്. എന്നാൽ അതിന്റെ ഫലം മനസ്സ്, ബുദ്ധി, ഓർമ്മ, ഒടുവിൽ ജീവിതം മുഴുവൻ നശിപ്പിക്കുന്നു. ആത്മസംയമനമുള്ള വ്യക്തി എല്ലാ സാഹചര്യങ്ങളിലും ശാന്തനായിരിക്കും. അവൻ കോപത്തെ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രിക്കുന്നു. കോപത്തെ നിയന്ത്രിക്കേണ്ടത് അത് മറ്റുള്ളവരെ ദോഷകരമായി ബാധിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അത് നമ്മുടെ ആത്മാവിനെ ഉള്ളിൽ നിന്ന് ദുർബലമാക്കുന്നതുകൊണ്ടുകൂടിയാണ്. അത് പതുക്കെ ബന്ധങ്ങളിൽ വിഷം കലർത്തുന്നു, വിശ്വാസമില്ലാതാക്കുന്നു, ജീവിതത്തിന്റെ ദിശയെ തെറ്റായ വഴിയിലേക്ക് തിരിക്കുന്നു. ശരീരത്തിന്റെ ശക്തി പരിമിതമാണ്, എന്നാൽ സംയമനത്തിന്റെ ശക്തി അനന്തമാണ്. സംയമനം നമ്മെ പുറത്തുനിന്നുള്ള ആഘാതങ്ങളിൽ നിന്നും മാത്രമല്ല, ഉള്ളിൽ നിന്ന് വീഴാതെയും സംരക്ഷിക്കുന്ന ഒരു പരിചയമാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ഈ ഉപദേശം നമ്മോട് കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ മാത്രമല്ല പറയുന്നത്, മറിച്ച് ഓരോ പ്രതികരണത്തിനും മുമ്പ് വിവേകത്തിന്റെ ദീപം തെളിയിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നയിക്കുന്നു. അവിടെ നമ്മൾ എല്ലാ സാഹചര്യങ്ങളിലും ശാന്തിക്ക് മുൻഗണന നൽകുകയും സംയമനത്തെ നമ്മുടെ ആദ്യത്തെ ഗുണമാക്കി മാറ്റുകയും ചെയ്യുന്നു. കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നത് നിശബ്ദനായിരിക്കുക എന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ആ തീ അണയ്ക്കുക എന്നതാണ്. കോപത്തിന്റെ ഏതു രൂപവും, അത് വാക്കുകളിലായാലും നോട്ടത്തിലായാലും മൗനത്തിലായാലും, ഒടുവിൽ നമ്മളെ തന്നെയാണ് ദഹിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാവൂ. ഇതാണ് ഗീതയുടെ സന്ദേശം. പുറത്തുള്ള യുദ്ധങ്ങൾക്ക് മുമ്പായി ഉള്ളിലെ തീ അണയ്ക്കുക. കാരണം ഉള്ളിൽ ശാന്തിയുണ്ടെങ്കിൽ ഒരു യുദ്ധത്തിന് നിങ്ങളെ തളർത്താനാവില്ല. വികാരങ്ങൾക്ക് അടിമപ്പെടരുത് എന്നാണ്. സുഖത്തോടുള്ള ആഗ്രഹം ഒരുതരം ചങ്ങലയാണ്. നമ്മളൊരു വസ്തുവിലോ വ്യക്തിയിലോ സാഹചര്യത്തിലോ വിശ്വാസത്തിലോ സുഖം തേടുമ്പോൾ
ആ സുഖം ലഭിക്കുന്നതുവരെ നമ്മൾ അസ്വസ്ഥരായിരിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാലും അത് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടും. അതുപോലെ ദുഃഖത്തെക്കുറിച്ചുള്ള ഭയം മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എന്തിനെയാണോ ഭയപ്പെടുന്നത് അതെപ്പോഴും മുന്നിൽ നിൽക്കുന്നതായി തോന്നും. അത് രോഗമായാലും പരാജയമായാലും വേർപാടായാലും. ശ്രീകൃഷ്ണൻ ഈ ഉപദേശത്തിലൂടെ പറയുന്നത് യഥാർത്ഥ യോഗമെന്നത് ഒന്നും നേടാനുള്ള ആഗ്രഹമോ നഷ്ടപ്പെടുമോ എന്ന ഭയമോ ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം നമ്മൾ പുറത്തു തേടുന്ന സുഖം ക്ഷണികമാണ്. നമ്മൾ അനുഭവിക്കുന്ന ദുഃഖവും ശാശ്വതമല്ല. കാലം മാറും, സാഹചര്യങ്ങൾ മാറും, വികാരങ്ങൾ മാറും. എന്നാൽ മനസ്സ് മാറിക്കൊണ്ടിരുന്നാൽ ജീവിതത്തിൽ എവിടെ നിന്നാണ് സ്ഥിരതയുണ്ടാവുക? സ്ഥിരതയുള്ള മനസ്സ് എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്നു. തോൽവിയുണ്ടായാലും മനസ്സ് പതറരുത്. വിജയമുണ്ടായാലും അഹങ്കാരം വരരുത്. ഈ സന്തുലിതാവസ്ഥ എളുപ്പമല്ല. എന്നാൽ ഇതാണ് സാധനയുടെ അടിസ്ഥാനം. ഉദാഹരണത്തിന്, ഒരാൾ പരീക്ഷയിൽ വിജയിക്കുന്നു. അവൻ അമിതമായി സന്തോഷിച്ച് അടുത്ത ശ്രമത്തിനുള്ള തയ്യാറെടുപ്പ് പോലും നടത്തുന്നില്ല. മറുവശത്ത് ഒരാൾ പരാജയപ്പെടുന്നു. അവൻ ദുഃഖിതനായി അടുത്ത ശ്രമം തന്നെ ഉപേക്ഷിക്കുന്നു. ഈ രണ്ടവസ്ഥകളും അസന്തുലിതാവസ്ഥയുടേതാണ്. എന്നാൽ വിജയത്തെ ശാന്തമായി സ്വീകരിക്കുകയും പരാജയത്തെ ഒരു പാഠമായി കണ്ട് മുന്നോട്ടു പോവുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ യോഗി. ഈ ഉപദേശം ജീവിതത്തിലെ ആ അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവിടെ വ്യക്തി ഓരോ സംഭവത്തെയും കേവലം ഒരു സംഭവമായി കാണുന്നു. അതിൽ മുങ്ങിപ്പോവുകയോ അതിൽ നിന്ന് ഓടിപ്പോവുകയോ ചെയ്യുന്നില്ല. അവന്റെ മനസ്സ് ആഴമുള്ള ജലാശയം പോലെ ശാന്തമായിരിക്കും. ഉപരിതലത്തിൽ തിരമാലകൾ ഉണ്ടാകാമെങ്കിലും അതിന്റെ ആഴങ്ങളിൽ സ്ഥിരതയുണ്ടായിരിക്കും. അത്തരം സ്ഥിരതയുള്ളിൽ വരുമ്പോൾ പുറം ലോകം എങ്ങനെ പെരുമാറിയാലും അപമാനിച്ചാലും പ്രശംസിച്ചാലും ധനം നൽകിയാലും തട്ടിയെടുത്താലും ആ വ്യക്തി ഉള്ളിൽ നിന്ന് പതറാതെ നിൽക്കും. ജീവിതത്തിലെ ഓരോ സംഭവവും മാറ്റത്തിന് വിധേയമാണെന്നും എന്നാൽ തന്റെ ആത്മസ്വരൂപം മാറ്റമില്ലാത്തതാണെന്നും അവനറിയാം. ഈ അവസ്ഥ കൈവരിക്കുന്ന വ്യക്തി യഥാർത്ഥ യോഗി മാത്രമല്ല, ആത്മജ്ഞാനി കൂടിയായി മാറുന്നു. കാരണം ഇനി അവന്റെ മനസ്സ് പുറത്തുനിന്നല്ല നിയന്ത്രിക്കപ്പെടുന്നത്, അത് ഉള്ളിൽ നിന്നാണ് നയിക്കപ്പെടുന്നത്. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അവസ്ഥ. അവിടെ സന്തോഷത്തിന് നിങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകാനോ ദുഃഖത്തിന് നിങ്ങളെ മൂക്കിക്കളയാനോ കഴിയില്ല. ഇതാണ് ശ്രീകൃഷ്ണന്റെ യോഗം. അവിടെ മനസ്സ് തിരമാലകളിലല്ല, ആഴത്തിലാണ് ജീവിക്കുന്നത്. ശ്രീകൃഷ്ണൻ പറയുന്നു, എല്ലാ ജീവജാലങ്ങളും എന്നിൽ നിന്നാണ് ഉത്ഭവിച്ചത്, അവസാനം എന്നിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യും. നാം എല്ലാവരും ഈശ്വരന്റെ അംശങ്ങളാണ്. ഈ അറിവ് മനസ്സിൽ ഉണരുമ്പോൾ ജീവിതത്തിൽ നിന്ന് അഹങ്കാരവും വേർതിരിവും വിദ്വേഷവും ഇല്ലാതാകുന്നു. ഈ ഉപദേശത്തിന് ആത്മീയ തത്വങ്ങളുമായി മാത്രമല്ല ബന്ധമുള്ളത്. ഇത് നമ്മുടെ പെരുമാറ്റത്തെയും ചിന്തയെയും ജീവിത രീതിയെയും പൂർണ്ണമായി മാറ്റാൻ കഴിവുള്ളതാണ്. എല്ലാ ജീവജാലങ്ങളും എന്നിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ശ്രീകൃഷ്ണൻ പറയുമ്പോൾ അദ്ദേഹം മനുഷ്യരെക്കുറിച്ച് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ മൃഗങ്ങൾ, പക്ഷികൾ, പ്രാണികൾ, സസ്യങ്ങൾ എന്നിവനെ കല്ല്, വെള്ളം, തീ, ആകാശം എല്ലാം ഉൾപ്പെടുന്നു. ഇതിന്റെ അർത്ഥം ഈ ലോകത്തുള്ളത് എന്തും ഈശ്വരനിൽ നിന്ന് തന്നെ വന്നതാണെന്നാണ്. അതിൽ നിന്നും വന്നത് ഒരു നാൾ അതിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യും. നദി കടലിൽ നിന്ന് ഉത്ഭവിച്ച് അവസാനം കടലിൽ തന്നെ ചേരുന്നതുപോലെ. വികാരങ്ങൾക്ക് അടിമപ്പെടരുത് എന്നാണ്. സുഖത്തോടുള്ള ആഗ്രഹം ഒരുതരം ചങ്ങലയാണ്. നമ്മളൊരു വസ്തുവിലോ വ്യക്തിയിലോ സാഹചര്യത്തിലോ വിശ്വാസത്തിലോ സുഖം തേടുമ്പോൾ ആ സുഖം ലഭിക്കുന്നതുവരെ നമ്മൾ അസ്വസ്ഥരായിരിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാലും അത് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടും. അതുപോലെ ദുഃഖത്തെക്കുറിച്ചുള്ള ഭയം മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എന്തിനെയാണോ ഭയപ്പെടുന്നത് അതെപ്പോഴും മുന്നിൽ നിൽക്കുന്നതായി തോന്നും. അത് രോഗമായാലും പരാജയമായാലും വേർപാടായാലും. ശ്രീകൃഷ്ണൻ ഈ ഉപദേശത്തിലൂടെ പറയുന്നത് യഥാർത്ഥ യോഗമെന്നത് ഒന്നും നേടാനുള്ള ആഗ്രഹമോ നഷ്ടപ്പെടുമോ എന്ന ഭയമോ ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം നമ്മൾ പുറത്തു തേടുന്ന സുഖം ക്ഷണികമാണ്. നമ്മൾ അനുഭവിക്കുന്ന ദുഃഖവും ശാശ്വതമല്ല. കാലം മാറും, സാഹചര്യങ്ങൾ മാറും, വികാരങ്ങൾ മാറും. എന്നാൽ മനസ്സ് മാറിക്കൊണ്ടിരുന്നാൽ ജീവിതത്തിൽ എവിടെ നിന്നാണ് സ്ഥിരതയുണ്ടാവുക? സ്ഥിരതയുള്ള മനസ്സ് എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്നു. തോൽവിയുണ്ടായാലും മനസ്സ് പതറരുത്. വിജയമുണ്ടായാലും അഹങ്കാരം വരരുത്. ഈ സന്തുലിതാവസ്ഥ എളുപ്പമല്ല. എന്നാൽ ഇതാണ് സാധനയുടെ അടിസ്ഥാനം. ഉദാഹരണത്തിന്, ഒരാൾ പരീക്ഷയിൽ വിജയിക്കുന്നു. അവൻ അമിതമായി സന്തോഷിച്ച് അടുത്ത ശ്രമത്തിനുള്ള തയ്യാറെടുപ്പ് പോലും നടത്തുന്നില്ല. മറുവശത്ത് ഒരാൾ പരാജയപ്പെടുന്നു.
അവൻ ദുഃഖിതനായി അടുത്ത ശ്രമം തന്നെ ഉപേക്ഷിക്കുന്നു. ഈ രണ്ടവസ്ഥകളും അസന്തുലിതാവസ്ഥയുടേതാണ്. എന്നാൽ വിജയത്തെ ശാന്തമായി സ്വീകരിക്കുകയും പരാജയത്തെ ഒരു പാഠമായി കണ്ട് മുന്നോട്ടു പോവുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ യോഗി. ഈ ഉപദേശം ജീവിതത്തിലെ ആ അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവിടെ വ്യക്തി ഓരോ സംഭവത്തെയും കേവലം ഒരു സംഭവമായി കാണുന്നു. അതിൽ മുങ്ങിപ്പോവുകയോ അതിൽ നിന്ന് ഓടിപ്പോവുകയോ ചെയ്യുന്നില്ല. അവന്റെ മനസ്സ് ആഴമുള്ള ജലാശയം പോലെ ശാന്തമായിരിക്കും. ഉപരിതലത്തിൽ തിരമാലകൾ ഉണ്ടാകാമെങ്കിലും അതിന്റെ ആഴങ്ങളിൽ സ്ഥിരതയുണ്ടായിരിക്കും. അത്തരം സ്ഥിരതയുള്ളിൽ വരുമ്പോൾ പുറം ലോകം എങ്ങനെ പെരുമാറിയാലും അപമാനിച്ചാലും പ്രശംസിച്ചാലും ധനം നൽകിയാലും തട്ടിയെടുത്താലും ആ വ്യക്തി ഉള്ളിൽ നിന്ന് പതറാതെ നിൽക്കും. ജീവിതത്തിലെ ഓരോ സംഭവവും മാറ്റത്തിന് വിധേയമാണെന്നും എന്നാൽ തന്റെ ആത്മസ്വരൂപം മാറ്റമില്ലാത്തതാണെന്നും അവനറിയാം. ഈ അവസ്ഥ കൈവരിക്കുന്ന വ്യക്തി യഥാർത്ഥ യോഗി മാത്രമല്ല, ആത്മജ്ഞാനി കൂടിയായി മാറുന്നു. കാരണം ഇനി അവന്റെ മനസ്സ് പുറത്തുനിന്നല്ല നിയന്ത്രിക്കപ്പെടുന്നത്, അത് ഉള്ളിൽ നിന്നാണ് നയിക്കപ്പെടുന്നത്. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അവസ്ഥ. അവിടെ സന്തോഷത്തിന് നിങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകാനോ ദുഃഖത്തിന് നിങ്ങളെ മൂക്കിക്കളയാനോ കഴിയില്ല. ഇതാണ് ശ്രീകൃഷ്ണന്റെ യോഗം. അവിടെ മനസ്സ് തിരമാലകളിലല്ല, ആഴത്തിലാണ് ജീവിക്കുന്നത്. ശ്രീകൃഷ്ണൻ പറയുന്നു, എല്ലാ ജീവജാലങ്ങളും എന്നിൽ നിന്നാണ് ഉത്ഭവിച്ചത്, അവസാനം എന്നിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യും. നാം എല്ലാവരും ഈശ്വരന്റെ അംശങ്ങളാണ്. ഈ അറിവ് മനസ്സിൽ ഉണരുമ്പോൾ ജീവിതത്തിൽ നിന്ന് അഹങ്കാരവും വേർതിരിവും വിദ്വേഷവും ഇല്ലാതാകുന്നു. ഈ ഉപദേശത്തിന് ആത്മീയ തത്വങ്ങളുമായി മാത്രമല്ല ബന്ധമുള്ളത്, ഇത് നമ്മുടെ പെരുമാറ്റത്തെയും ചിന്തയെയും ജീവിത രീതിയെയും പൂർണ്ണമായി മാറ്റാൻ കഴിവുള്ളതാണ്. എല്ലാ ജീവജാലങ്ങളും എന്നിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ശ്രീകൃഷ്ണൻ പറയുമ്പോൾ അദ്ദേഹം മനുഷ്യരെക്കുറിച്ച് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ മൃഗങ്ങൾ, പക്ഷികൾ, പ്രാണികൾ, സസ്യങ്ങൾ എന്നിവനെ കല്ല്, വെള്ളം, തീ, ആകാശം എല്ലാം ഉൾപ്പെടുന്നു. ഇതിന്റെ അർത്ഥം ഈ ലോകത്തുള്ളത് എന്തും ഈശ്വരനിൽ നിന്ന് തന്നെ വന്നതാണെന്നാണ്. അതിൽ നിന്നും വന്നത് ഒരു നാൾ അതിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യും. നദി കടലിൽ നിന്ന് ഉത്ഭവിച്ച് അവസാനം കടലിൽ തന്നെ ചേരുന്നത് പോലെ. പലപ്പോഴും നമ്മുടെ ശ്രദ്ധ പുറമെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. എത്ര മനോഹരമായ നൈവേദ്യം സമർപ്പിച്ചു, ക്ഷേത്രം എത്ര വലുതാണ്, പൂജാവിധി എത്ര സങ്കീർണമാണ്, വസ്ത്രങ്ങൾ, ദീപം, മാല, ശംഖ് തുടങ്ങിയവ. എന്നാൽ ശ്രീകൃഷ്ണൻ ഈ ശ്ലോകത്തിലൂടെ ആ അടിസ്ഥാനപരമായ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. അതാണ് സ്നേഹം. അദ്ദേഹം പറയുന്നു, ആരെങ്കിലും സ്നേഹത്തോടെ, ഭക്തിയോടെ എനിക്കൊരു ഇലയോ ഒരു പൂവോ ഒരു പഴമോ അല്ലെങ്കിൽ അല്പം ജലമോ നൽകിയാൽ ഞാൻ അത് സ്വീകരിക്കും. ഇവിടെ സ്വീകരിക്കുക എന്നതിനർത്ഥം വെറുതെ വാങ്ങുക എന്നല്ല, അതിന് പൂർണ്ണ ബഹുമാനത്തോടെ സ്വന്തമാക്കുക എന്നാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്തിയോടെ, സ്നേഹത്തോടെ എന്നതാണ്. അതായത് വസ്തു എത്ര വലുതാണെന്നതിന് ഒരു പ്രാധാന്യവുമില്ല, അത് സ്നേഹത്തോടെയാണോ നൽകിയത് എന്നതിനാണ് പ്രാധാന്യം. നിങ്ങൾ ഒരു സ്വർണ്ണക്കിരീടം സമർപ്പിച്ചാലും അതിൽ സ്നേഹമില്ലെങ്കിൽ അത് വെറും ഒരു വസ്തുവായി അവശേഷിക്കും. എന്നാൽ ഒരു പാവപ്പെട്ട കർഷകൻ വയലിൽ നിന്നൊരു ഇല പറിച്ചെടുത്ത് യഥാർത്ഥ സ്നേഹത്തോടെ സമർപ്പിച്ചാൽ അത് ഈശ്വരന് അമൂല്യമായി തീരുന്നു. ഈ ഉപദേശം നമ്മെ പഠിപ്പിക്കുന്നത് ഈശ്വരനെ പ്രാപിക്കാൻ പ്രത്യേക പദവിയോ ജാതിയോ ധനമോ പാണ്ഡിത്യമോ സാമൂഹിക ബഹുമാനമോ ആവശ്യമില്ലെന്നാണ്. അദ്ദേഹത്തിന് വേണ്ടത് ഭാവനയാണ്, ഭക്തിയാണ്. നമ്മുടെ കയ്യിൽ നൽകാൻ ഒന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകൾ വലിയ ആശ്വാസമാണ്. പണമില്ല, നൈവേദ്യങ്ങളില്ല, സമയമില്ല, നമ്മൾ എന്ത് സമർപ്പിക്കും? ശ്രീകൃഷ്ണൻ പറയുന്നു, നിങ്ങളുടെ മനസ്സിലെ സ്നേഹം നൽകൂ, അതാണ് ഏറ്റവും വലിയ സമർപ്പണം. ഇവിടെ ഇല വെറും ഇലയല്ല, അത് ലാളിത്യത്തിന്റെയും നിഷ്കളങ്കമായ ഭാവത്തിന്റെയും പ്രതീകമാണ്. പൂവ് സൗന്ദര്യത്തിന്റെയും സൗമ്യതയുടെയും പ്രതീകമാണ്. പഴം നിങ്ങളുടെ കർമ്മത്തിന്റെ പ്രതീകമാണ്. ജലം ശുദ്ധിയുടെ പ്രതീകമാണ്. ഇതെല്ലാം നിങ്ങൾ സ്നേഹത്തോടെ സമർപ്പിക്കുമ്പോൾ അതൊരു സമർപ്പണമല്ല, മറിച്ച് ഹൃദയത്തിന്റെ ഒരു ഭാഗം തനിക്ക് സമർപ്പിച്ചതായി ഈശ്വരന് തോന്നുന്നു. ഭക്തി വെറും മന്ത്രങ്ങൾ ചൊല്ലുന്നതിലൂടെ വരുന്നില്ല, അത് ഹൃദയത്തിൽ ശ്രദ്ധയും മനസ്സിൽ സമർപ്പണവും ഉണ്ടാകുമ്പോഴാണ് വരുന്നത്. നിങ്ങൾ വഴിയിൽ നടക്കുമ്പോൾ ഒരു ചെറിയ പൂവ് കണ്ടുപോലും ഈശ്വരനെ ഓർക്കാം. ദുഃഖിച്ചിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ഒരു പുഞ്ചിരി നൽകിയാൽ അതും ഭക്തിയാണ്. നിങ്ങൾ അഹങ്കാരമില്ലാതെ ഒരാളെ സേവിക്കുന്നുണ്ടെങ്കിൽ അതും സമർപ്പണമാണ്. ഈ ഉപദേശം അഹങ്കാരത്തെ തകർക്കുകയും
സ്നേഹത്തെ സർവോപരിയാക്കുകയും ചെയ്യുന്നു. പുറമെയുള്ള പ്രകടനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഉപദേശം ഉള്ളിലേക്ക് നോക്കാൻ പ്രചോദനം നൽകുന്ന ഒരു പ്രകാശമാണ്. ഈശ്വരന് പ്രകടനങ്ങൾ ആവശ്യമില്ല. അദ്ദേഹത്തിന് വേണ്ടത് ഹൃദയം നിറഞ്ഞ ഹൃദയമിടിപ്പാണ്. ഈ സ്നേഹമാണ് ഒരു ചെറിയ ഇലയെപ്പോലും അമൂല്യമാക്കുന്ന ശക്തി. ഈ കാഴ്ചപ്പാടാണ് ഭക്തിയെ ഒരു യാന്ത്രികമായ പ്രവൃത്തിയിൽ നിന്ന് ജീവനുള്ള ഒരു ബന്ധമാക്കി മാറ്റുന്നത്. നമ്മൾ സ്നേഹത്തോടെ, സമർപ്പണത്തോടെ, ഒരു പ്രതീക്ഷയുമില്ലാതെ എന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ അതൊരു വാക്കോ പുഞ്ചിരിയോ ക്ഷമയോ ആകട്ടെ, അത് ഈശ്വരനിലേക്ക് എത്തുന്നു. അത് ഈശ്വരനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ഊർജവും ശാന്തിയും അത്ഭുതകരമായ ദൈവികതയും പ്രവേശിക്കുന്നു. ഇതാണ് ശ്രീകൃഷ്ണന്റെ ഭക്തി. അവിടെ ഹൃദയത്തിന്റെ സത്യസന്ധത മാത്രമേ വിലപ്പെടൂ. ആരവങ്ങളില്ല, പ്രകടനങ്ങളില്ല. ഈശ്വരന്റെ പാദങ്ങളിലെത്തുന്ന നിശബ്ദമായ സ്നേഹം മാത്രം. ശ്രീകൃഷ്ണൻ പറയുന്നു, ഒരിക്കലും അസത്യത്തിന്റെ പക്ഷത്ത് നിൽക്കരുത്. അത് നിങ്ങളുടെ സ്വന്തം ആളുകളാണെങ്കിൽ പോലും ധർമ്മത്തിന്റെ കൂടെ നിൽക്കുക എന്നതാണ് ശ്രീകൃഷ്ണന്റെ പാഠം. സ്വന്തംകാർക്ക് എതിരായും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നത് ധർമ്മമാണെന്ന് അർജുനനെയും അദ്ദേഹം പഠിപ്പിച്ചു. ഈ ഉപദേശം ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏറ്റവും ശക്തവും നിർണായകവുമായ പാഠങ്ങളിലൊന്നാണ്. അർജുനൻ മോഹത്തിലും ആശയക്കുഴപ്പത്തിലും അകപ്പെട്ട സമയത്ത് യുദ്ധക്കളത്തിൽ വെച്ചാണ് ശ്രീകൃഷ്ണൻ ഇത് നൽകിയത്. അർജുനന്റെ മുന്നിൽ നിന്നത് അവന്റെ സ്വന്തക്കാരായിരുന്നു. അവന്റെ ഗുരു ദ്രോണാചാര്യർ, പിതാമഹൻ ഭീഷ്മർ, സഹോദരങ്ങൾ, ബന്ധുക്കൾ. അവർക്ക് നേരെ അസ്ത്രമെയ്യുന്നത് അവന് അധർമ്മമായി തോന്നി. എന്നാൽ ശ്രീകൃഷ്ണൻ നൽകിയ കാഴ്ചപ്പാട് അർജുനന് വേണ്ടി മാത്രമായിരുന്നില്ല, അത് മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയുള്ളതായിരുന്നു. ഒരിക്കലും അസത്യത്തിന്റെ പക്ഷം ചേരരുത്. അവർ നിങ്ങളുടെ സ്വന്തക്കാരാണെങ്കിൽ പോലും. ഇതിനർത്ഥം ധർമ്മത്തിന്റെ അടിസ്ഥാനം ബന്ധങ്ങളല്ല, മറിച്ച് സത്യവും നീതിയും മാത്രമാണ്. ഇന്നത്തെ ലോകത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ ആളുകളുടെ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. അവൻ എന്റേതാണ്, കുടുംബാംഗമാണ്, എന്റെ സുഹൃത്താണ്, എന്റെ പക്ഷത്തുള്ളവനാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്. ഈ ചിന്തയാണ് അധർമ്മത്തിന് ശക്തി നൽകുന്നത്. കാരണം നല്ല ആളുകൾ നിശബ്ദരാകുമ്പോഴാണ് അസത്യം വളരുന്നത്. ശ്രീകൃഷ്ണന്റെ ഈ ഉപദേശം നമ്മോട് വ്യക്തമായി പറയുന്നു, അധർമ്മം ചെയ്യുന്നതാരോ അവരെ എതിർക്കുന്നത് തന്നെയാണ് ധർമ്മം. ആ എതിർപ്പ് വിദ്വേഷത്തോടെയല്ല, വിവേകത്തോടെയും നീതിയോടെയുമായിരിക്കണം. ഇത് എളുപ്പമല്ല. കാരണം സ്വന്തം ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതും അവരിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നതും വലിയ ത്യാഗം ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ ത്യാഗമാണ് ഒരു വ്യക്തിയെ ധർമ്മിഷ്ഠനാക്കുന്നത്. അർജുനൻ ചെയ്തതും അതുതന്നെയാണ്. തന്റെ സ്വന്തക്കാർ അനീതിയും വഞ്ചനയും ചെയ്തുവെന്നും അത്യാഗ്രഹത്തിലും അഹങ്കാരത്തിലും ധർമ്മത്തെ തകർക്കാൻ ശ്രമിച്ചുവെന്നും മനസ്സിലാക്കിയപ്പോൾ അവൻ തന്റെ ബന്ധങ്ങളെ പിന്നിലാക്കി ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ധൈര്യം കാണിച്ചു. അതായിരുന്നു ശ്രീകൃഷ്ണന്റെ പാഠം. ശ്രദ്ധിക്കുക, ശ്രീകൃഷ്ണൻ ഒരിക്കലും യുദ്ധത്തിന് അനുകൂലമായിരുന്നില്ല. അദ്ദേഹം സത്യത്തിന്റെ പക്ഷത്തായിരുന്നു. അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ ആ മഹാഭാരത യുദ്ധം തടയാമായിരുന്നു. എന്നാൽ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. കാരണം അത് ഹസ്തിനപുരിയുടെ മാത്രം യുദ്ധമല്ലെന്നും അത് സത്യവും അസത്യവും തമ്മിലുള്ള, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ യുദ്ധത്തിൽ നിഷ്പക്ഷമായി നിൽക്കുന്നത് പോലും അധർമ്മത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമായിരുന്നു. ഈ ഉപദേശം ഇന്നും നമ്മെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. ഒരു മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ തെറ്റുകൾ കണ്ടിട്ടും അത് മറച്ചുവെക്കുമ്പോൾ അവർ അസത്യത്തിന്റെ പക്ഷം ചേരുന്നു. ഒരു സുഹൃത്ത് തന്റെ കൂട്ടുകാരന്റെ തെറ്റ് കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ അവൻ സ്വന്തക്കാരനായതുകൊണ്ട് അവൻ അധർമ്മത്തെ പിന്തുണയ്ക്കുന്നു. ഒരു സമൂഹം ഒരു വലിയ മനുഷ്യന്റെ പാപങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ അവന്റെ പേരും ശക്തിയും പദവിയും കാരണം അതും ധർമ്മത്തിൽ നിന്ന് അകന്നുപോകുന്നു. ധർമ്മത്തിന്റെ കൂടെ നിൽക്കുക എന്നാൽ വാഴെടുക്കുക എന്നല്ല അർത്ഥം. ധർമ്മത്തിന്റെ കൂടെ നിൽക്കുക എന്നാൽ സത്യത്തിനൊപ്പം നിൽക്കുക, അനീതിയെ എതിർക്കുക, മൂല്യങ്ങളെ തകരാതെ സംരക്ഷിക്കുക, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുക. അത് എത്ര കഠിനമാണെങ്കിലും. ഇത് സാധ്യമാകുന്നത് ഒരു വ്യക്തിക്ക് ഉള്ളിൽ വ്യക്തതയുണ്ടാവുകയും അവന്റെ വിവേകം ഉണരുകയും ഏതാണ് സ്വന്തക്കാരെ പിന്തുണയ്ക്കുന്നതെന്നും ഏതാണ് സത്യത്തെ പിന്തുണയ്ക്കുന്നത് എന്നും തീരുമാനിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നു, സ്വന്തം അന്യൻ എന്ന ഭാവനയ്ക്ക് മുകളിൽ ഉയരുക. ആരാണ് സത്യത്തിനൊപ്പം, ആരാണ് നീതിക്കൊപ്പം എന്ന് നോക്കുക. എന്നിട്ട് ഭയമില്ലാതെ മോഹം ത്യജിച്ച് അവരോടൊപ്പം നിൽക്കുക. കാരണം സത്യത്തിനൊപ്പം നിൽക്കുന്നവനെ കാലമാതിരിക്കും. എന്നാൽ അസത്യത്തിന്റെ കൂടെ നിൽക്കുന്നവൻ അത് സ്വന്തക്കാരായതുകൊണ്ടാണെങ്കിൽ പോലും അവന്റെ അവസാനം നാശത്തിലായിരിക്കും. ഇതാണ് ശ്രീകൃഷ്ണന്റെ ധർമ്മം. അതിൽ ബന്ധങ്ങൾക്കോ വികാരങ്ങൾക്കോ സ്ഥാനമില്ല. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും മാത്രം. ഇതാണ് ഗീതയുടെ യഥാർത്ഥ സന്ദേശം. ശ്രീകൃഷ്ണൻ പറയുന്നു, മനുഷ്യൻ എപ്രകാരമാണോ ശ്രദ്ധയോടെ ചിന്തിക്കുന്നത്
അവൻ അതുപോലെയായിത്തീരുന്നു. നിങ്ങളുടെ വിശ്വാസങ്ങളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ സ്വയം ദുർബലനാണെന്ന് കരുതിയാൽ നിങ്ങൾ അങ്ങനെയായിത്തീരും. എന്നാൽ നിങ്ങൾ ആത്മവിശ്വാസം കൊണ്ട് നിറഞ്ഞാൽ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. ഈ ഉപദേശം ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. അവിടെ ശ്രീകൃഷ്ണൻ ശ്രദ്ധ, വിശ്വാസം, ആസ്ഥ എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. ഈ ഉപദേശം ഒരു മതപരമായ സന്ദർഭത്തിൽ ഒതുങ്ങുന്നില്ല. ഇത് ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ആഴത്തിലുള്ള മനഃശാസ്ത്രപരവും ആത്മീയവുമായ ഒരു സത്യമാണ്. എങ്ങനെയുള്ള ശ്രദ്ധയാണോ ഉള്ളത് അങ്ങനെയുള്ളവനായിരിക്കും മനുഷ്യൻ എന്ന് ശ്രീകൃഷ്ണൻ പറയുമ്പോൾ അദ്ദേഹം കണ്ണുക്ക് കാണാൻ കഴിയാത്ത, എന്നാൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ രൂപപ്പെടുത്തുകയും തകർക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ഉള്ളിൽ ആവർത്തിച്ചു വരുന്ന ഓരോ ചിന്തയും പതുക്കെ നമ്മുടെ സ്വഭാവത്തിന്റെയും കർമ്മത്തിന്റെയും ഭാവിയുടെയും രൂപമെടുക്കുന്നു. ഒരു കുട്ടി എല്ലാ ദിവസവും ഞാൻ മണ്ടനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഒരു കഴിവുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവൻ എത്ര കഴിവുള്ളവനാണെങ്കിലും അവന്റെ ആത്മവിശ്വാസക്കുറവ് അവനെ മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല. മറുവശത്ത് സാധാരണ കഴിവുള്ള ഒരു വ്യക്തി എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ഈശ്വരൻ എന്റെ കൂടെയുണ്ട് എന്ന് ചിന്തിച്ചാൽ അവൻ അവന്റെ പരിമിതികൾക്കപ്പുറം പോയി വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഉപദേശം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പരിധികൾ നിശ്ചയിക്കുന്നതെന്നാണ്. നിങ്ങൾ സ്വയം മറ്റുള്ളവരെക്കാൾ താഴ്ന്നവനാണെന്ന് കരുതിയാൽ ആ ഭാവന പതുക്കെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ലയിക്കും. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കുന്ന വിശ്വാസങ്ങളാണ് നിങ്ങളുടെ ശീലങ്ങളായി മാറുന്നത്. ആ ശീലങ്ങൾ നിങ്ങളെ ഒന്നുകിൽ ഉയർത്തുകയോ അല്ലെങ്കിൽ താഴ്ത്തുകയോ ചെയ്യുന്നു. ശ്രദ്ധ എന്നത് ഇവിടെ ഈശ്വരനിലുള്ള വിശ്വാസം മാത്രമല്ല, നമ്മളിൽ തന്നെ, നമ്മുടെ ലക്ഷ്യത്തിൽ, നമ്മുടെ കർമ്മത്തിൽ, നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ ആഴത്തിൽ വിശ്വസിക്കുക എന്നുകൂടിയാണ്. കർഷകൻ വിത്ത് വിതച്ച് അതിന് സമയം നൽകുന്നതുപോലെ, ഒരു നാൾ അത് ഫലം തരുമെന്ന് വിശ്വസിക്കുന്നതുപോലെ, നമ്മൾ നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസവും നല്ല ചിന്തകളും വിതയ്ക്കുമ്പോൾ അത് പതുക്കെ നമ്മുടെ ജീവിതത്തെ ഫലപ്രദമാക്കുന്നു. ഈ ഉപദേശം പുറമേയുള്ള സാഹചര്യങ്ങളെക്കാൾ പ്രധാനം നമ്മുടെ ഉള്ളിലെ ചിന്തകളാണെന്നും കാണിക്കുന്നു. ഞാൻ സാഹചര്യങ്ങളെക്കാൾ വലുതാണെന്നൊരു മനുഷ്യൻ ചിന്തിച്ചാൽ അവൻ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കഴിയും. എന്നാൽ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ തോറ്റുപോയി എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ സാഹചര്യം എത്ര നല്ലതാണെങ്കിലും അവന് മുന്നോട്ടു പോകാൻ കഴിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചിലർ വളരെ പ്രതികൂല സാഹചര്യങ്ങളിലും പുഞ്ചിരിക്കുന്നു. മറ്റു ചിലർ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ആശങ്കാകുലരായിരിക്കും. വ്യത്യാസം എന്തിലാണ്? ചിന്തയിലാണ്. ചിന്ത വരുന്നത് ശ്രദ്ധയിൽ നിന്നാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ നിങ്ങൾ എന്താണ് എന്ന് പറയുന്നില്ല, മറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നവോ അങ്ങനെ ആയിത്തീരും എന്നാണ് പറയുന്നത്. ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രതിസന്ധികളിലും ധൈര്യം നിലനിൽക്കും. നിങ്ങൾ തോറ്റുപോയി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ വിജയിക്കാനുള്ള അവസരം വന്നാലും നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയില്ല. ഈ ഉപദേശം വെറും അറിവല്ല, ഇത് ആത്മനിർമ്മാണത്തിനുള്ള ഒരു സൂത്രവാക്യമാണ്. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും രാത്രി ഉറങ്ങുമ്പോൾ മനസ്സിൽ ആവർത്തിക്കുന്നതും അതാണ് നിങ്ങളുടെ വിധിയുടെ ദിശ നിർണയിക്കുന്നത്. ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ ഈശ്വരന്റെ അംശമാണ്, എന്നിൽ അളവറ്റ ശക്തിയുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധയോടെ വിശ്വസിച്ചാൽ ജീവിതം തനിയെ വഴി കാണിച്ചു തരും. അതുകൊണ്ട് ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലല്ല കാര്യം, നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. കാരണം ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയുള്ള ശ്രദ്ധയാണോ നിങ്ങൾക്ക് അങ്ങനെയായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ ശ്രദ്ധ സത്യസന്ധവും നല്ലതും ആത്മവിശ്വാസം നിറഞ്ഞതുമാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങളെ തടയാൻ മാത്രം വലിയൊരു തടസ്സവും ഉണ്ടാകില്ല. ഇതാണ് ശ്രീകൃഷ്ണ ഭക്തിയുടെ സാരവും. ആദ്യം സ്വയം അറിയുക, ഉള്ളിൽ വിശ്വാസം കൊണ്ടുവരിക. കാരണം ആ വിശ്വാസമാണ് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. ശ്രീകൃഷ്ണൻ പറയുന്നു, യോഗഃ കർമ്മസു കൗശലം. കർമ്മങ്ങളിലെ കാര്യക്ഷമതയാണ് യോഗം. ധ്യാനം, ഭക്തി, യോഗം എന്നിവ ധ്യാനമുദ്രയിൽ മാത്രം ഒതുങ്ങുന്നില്ല. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ പ്രാവീണ്യമുള്ളവനും ജാഗരൂകനും സമർപ്പണബോധമുള്ളവനുമായിരിക്കുമ്പോൾ നിങ്ങൾ ഒരു യോഗിയാകുന്നു. ഈ ഉപദേശം ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ അത്യന്തം ഗഹനവും പ്രായോഗികവുമായ ഒരു സൂത്രവാക്യമാണ്. ശ്രീകൃഷ്ണൻ ഇവിടെ യോഗമെന്ന വാക്കിനെ ധ്യാനം, സാധന അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയ മുദ്രയിൽ ഒതുക്കാതെ അതിനെ കർമ്മവുമായി, അതായത് ദൈനംദിന ജോലികൾ, കർത്തവ്യങ്ങൾ, പെരുമാറ്റം എന്നിവയുമായി ബന്ധിപ്പിക്കുന്നു. ഇതാണ് ഈ ഉപദേശത്തെ അതുല്യമാക്കുന്നത്. നമ്മളിൽ ഭൂരിഭാഗം പേരും യോഗമെന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ചിത്രം മനസ്സിൽ കാണുന്നു. കണ്ണടച്ച് ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന, ശ്വാസം നിയന്ത്രിക്കുന്ന ഒരാൾ.
എന്നാൽ ശ്രീകൃഷ്ണൻ അതിനപ്പുറമുള്ള കാര്യമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജോലികളിൽ ജാഗരൂകനും പ്രാവീണ്യമുള്ളവനും സമചിത്തനുമാണെങ്കിൽ അത് തന്നെയാണ് യോഗം. ഇവിടെ കൗശലം എന്നതിനർത്ഥം സാങ്കേതിക വൈദഗ്ധ്യം മാത്രമല്ല, അതിൽ ഭാവവും ഉൾപ്പെട്ടിരിക്കുന്നു. സമർപ്പണം, സന്തുലിതാവസ്ഥ, ശ്രദ്ധ, ഫലയിച്ഛയില്ലാത്ത ഭാവത്തോടെ ചെയ്യുന്ന കർമ്മം. ഉദാഹരണത്തിന്, ഒരാൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയാണെന്ന് കരുതുക. അവൻ പൂർണ്ണ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ അവനും ഒരു യോഗിയാണ്. ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ മനസ്സോടെ അറിവ് നൽകുമ്പോൾ അവനും യോഗ കർമ്മസു കൗശലം എന്ന തത്വം ജീവിക്കുകയാണ്. വെയിലത്ത് വയലിൽ ഉഴുതുമറിക്കുകയും ഓരോ വിത്തും ശ്രദ്ധയോടെ ഭൂമിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർഷകനും യോഗിയാണ്. ഇവിടെ യോഗം എന്നതിനർത്ഥം ചെയ്യുന്ന ജോലിയെ ഈശ്വര പൂജയായി കണ്ട് ചെയ്യുക എന്നതാണ്. അത്യാഗ്രഹമില്ലാതെ, അഹങ്കാരമില്ലാതെ, മടിയില്ലാതെ. ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ഏതൊരു ജോലിയും, അത് ഉദ്യോഗമായാലും സേവനമായാലും പഠനമായാലും ഏതെങ്കിലും ഉത്തരവാദിത്തമായാലും, അതിൽ നമ്മൾ കാര്യക്ഷമതയും ജാഗ്രതയും സമർപ്പണവും പുലർത്തിയാൽ അത് തന്നെ ഒരു സാധനയായി മാറുമെന്നാണ്. നമ്മൾ ഒരു ജോലി അശ്രദ്ധയോടെ ചെയ്യുമ്പോൾ അതിൽ ആനന്ദമോ സംതൃപ്തിയോ ഉണ്ടാകില്ല. എന്നാൽ നമ്മൾ പൂർണ്ണമായും വർത്തമാനകാലത്തിൽ മുഴുകി മനസ്സിനെ അതിൽ പൂർണ്ണമായും അർപ്പിച്ച് ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുമ്പോൾ അതൊരു തരം ധ്യാനാവസ്ഥയായി മാറുന്നു. ഇതാണ് യഥാർത്ഥ യോഗം. അവിടെ ജോലി ശരീരത്തിന്റേത് മാത്രമല്ല, മനസ്സും ആത്മാവും അതിൽ പങ്കാളികളാകുന്നു. കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ വെറുപ്പ്, മോഹം, ഭയം, കോപം അല്ലെങ്കിൽ പ്രതീക്ഷ എന്നിവയിൽ നിന്ന് മുക്തരായിരിക്കുന്നതും കൗശലത്തിന്റെ മറ്റൊരു രൂപമാണ്. ഒരു എഴുത്തുകാരൻ പ്രശംസയ്ക്ക് വേണ്ടി മാത്രം എഴുതുകയാണെങ്കിൽ അത് കൗശലമല്ല. എന്നാൽ അവൻ സത്യത്തിനു വേണ്ടിയും ഒരു ലക്ഷ്യത്തിനു വേണ്ടിയും പൂർണ്ണ ശ്രദ്ധയോടും കൂടി എഴുതുകയാണെങ്കിൽ അവന്റെ എഴുത്ത് കർമ്മയോഗമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ ജോലിയെയും ആത്മീയ സാധനയാക്കി മാറ്റാൻ കഴിയുമെന്ന് ഈ ഉപദേശം നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ കാര്യക്ഷമതയും യോഗത്തിന്റെ ഭാവവുമുണ്ടെങ്കിൽ. ഇതിനർത്ഥം നിങ്ങൾ ജോലി സമയത്ത് ഈശ്വരനാമം ജപിക്കണമെന്നല്ല, മറിച്ച് നിങ്ങൾ ആ ജോലി പൂർണ്ണ സത്യസന്ധതയോടെയും ഏകാഗ്രതയോടെയും സമർപ്പണത്തോടെയും ചെയ്യണമെന്നാണ്. അപ്പോൾ ആ കർമ്മം പൂജയായി മാറുകയും നിങ്ങൾ സ്വാഭാവികമായും കർമ്മയോഗത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും. ഈ ഉപദേശം മടിയെയും കാര്യങ്ങൾ നീട്ടിവെക്കുന്ന പ്രവണതയെയും തകർക്കുന്നു. പലരും ചിന്തിക്കുന്നത് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ധ്യാനിക്കുന്നു, പൂജിക്കുന്നു എന്നാണ്. എന്നാൽ ദൈനംദിന ജോലിയുടെ കാര്യം വരുമ്പോൾ അവർ അത് അലസതയോടെയും അപൂർണമായും അസ്ഥിരതയോടെയുമാണ് ചെയ്യുന്നത്. ശ്രീകൃഷ്ണൻ വ്യക്തമായി പറയുന്നു, തന്റെ കർമ്മങ്ങളിൽ കഴിവില്ലാത്ത ഒരാൾക്കും ആത്മീയനാകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് ജോലി ചെയ്താലും, ചെറുതായാലും വലുതായാലും, ഇത് എന്റെ കർത്തവ്യമാണ്, ഇത് എന്റെ ധർമ്മമാണ്, ഞാനിത് പൂർണ്ണ ശ്രദ്ധയോടും ചൈതന്യത്തോടും കൂടിയാണ് ചെയ്യുന്നത് എന്ന ഭാവത്തോടെ ചെയ്താൽ നിങ്ങൾ ഗീതയുടെ ഈ ഉപദേശം ജീവിക്കുകയാണ്. ഇതാണ് കർമ്മത്തിന്റെ യോഗം, ഇതാണ് കർമ്മത്തിന്റെ പൂജ. സാധാരണ ജീവിതത്തെ അസാധാരണമാക്കുന്ന മാർഗവും ഇത് തന്നെയാണ്. ഇതാണ് ശ്രീകൃഷ്ണന്റെ ഗീതയുടെ സൗന്ദര്യം. അത് യോഗത്തെ ഗുഹകളിൽ നിന്നും ആശ്രമങ്ങളിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്കും ജോലിസ്ഥലത്തേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരുന്നു. അതുകൊണ്ട് കർമ്മം ചെയ്യുക, എന്നാൽ കൗശലത്തോടെ. കർമ്മം ചെയ്യുക, എന്നാൽ അഹങ്കാരത്തോടെയല്ല. കർമ്മം ചെയ്യുക, എന്നാൽ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ. ഇതാണ് ശ്രീകൃഷ്ണന്റെ യോഗം. ഇതാണ് ഗീതയുടെ ആത്മാവ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഇത്രമാത്രം. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റിൽ ഹരേ കൃഷ്ണ എന്നെഴുതാനും മറക്കരുത്. ഇതുപോലുള്ള വിജ്ഞാനപ്രദവും പ്രചോദനാത്മകവുമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളെ എപ്പോഴും സന്തോഷത്തോടെ നിലനിർത്തട്ടെ. സ്വയം ശ്രദ്ധിക്കുക. ജയ് ശ്രീകൃഷ്ണ.